എന്നിലൂടെ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേവ്യ പുസ്തകം 10-ാം അധ്യായമാണ്. എന്തൊക്കെയാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും തയ്യാറല്ലേ? 1. അഹരോൻ്റെ പുത്രന്മാരായ നാദാബും അബീഹൂവിൻ്റെയും മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധി. 2. മദ്യപാന നിരോധനം. 3. അവസാനമായി നമ്മൾ കാണുന്നത് മോശ പാപയാഗത്തെ ചൊല്ലി അഹരോൻ്റെ ശേഷിപ്പുള്ള പുത്രന്മാരായ എലയാസരോടും ഇഥാമാരോടും കോപിക്കുന്നതാണ്. ഇനി നമുക്ക് അധ്യായത്തിലേക്ക് വന്ന് വചനങ്ങൾ നോക്കാം. 1 മുതൽ 2 വരെയുള്ള വചനങ്ങൾ. അനന്തരം അഹരോൻ്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ഒരേ ധൂപകലശമെടുത്ത് അതിൽ തീ ഇട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ട് ഇങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യ അഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ടവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. അഹരോന് 4 മക്കളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് സംഖ്യാപുസ്തകം 3:2 നമ്മൾ പഠിച്ചതാണ്. അഹരോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയാണ്: ആദ്യജാതൻ നാദാബ്, രണ്ടാമത്തവൻ അബീഹു, 3 എലയാസർ, 4 ഇഥാമാർ. ആദാബും അബീഹുവും അഹരോൻ്റെ മക്കളായിരുന്നെങ്കിലും അവരെ ദൈവം തങ്ങളുടെ അന്യാഗ്നി കൊണ്ടുള്ള പാപം കാരണം ദണ്ഡിച്ചു. അവർ ബാല്യത്തിലെ മരണപ്പെട്ടു. അതിനുശേഷം അവരുടെ പുരോഹിത അവകാശം ഇളയ മക്കളായ എലയാസറിനും ഇഥാമാറിനുമായി വഴിമാറുന്നത് നമുക്ക് കാണാവുന്നതാണ്. എന്താണ് അന്യാഗ്നി എന്ന് നോക്കാം. അന്യാഗ്നി എന്നത് ദൈവം കൽപ്പിക്കാത്ത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുമതിയില്ലാത്ത തീയാണ് അന്യാഗ്നി. അത് ഉപയോഗിച്ച് കർമ്മം നിർവഹിക്കുന്നത് ദൈവകോപത്തിനും ശിക്ഷാവിധിക്കും കാരണമാകും. എന്തുകൊണ്ടാണ് ദൈവം ഇവരെ ഇങ്ങനെ ശിക്ഷിച്ചതെന്ന് നോക്കാം. അതിൻ്റെ പ്രധാന കാരണങ്ങൾ: 1. ദൈവത്തിൻ്റെ വിശുദ്ധിയെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഉദാഹരണത്തിന് ഹൗവ ചെയ്തതും ഇതുതന്നെയായിരുന്നു. ദൈവം വ്യക്തമാക്കിയിരുന്നു ആരൊക്കെ ദൈവത്തെ സമീപിക്കുന്നുവോ അവർ അത് പരിശുദ്ധമായ രീതിയിൽ ചെയ്യണമെന്ന്. ലേവ്യ 10:3. നാദാബും അബീഹുവും ദൈവത്തെ സാധാരണ മനുഷ്യരെ എന്ന പോലെ കരുതി സമീപിച്ചു. ഇത് ദൈവസന്നിധിയിൽ വളരെ ഗുരുതരമായ അവഗണനയായി കാണപ്പെട്ടു. 2. അവർ ചെയ്തത് ദൈവം സ്ഥാപിച്ച നിയമം ലംഘിച്ചു എന്നതാണ്. ഉദാഹരണത്തിന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 5:1 മുതൽ 11 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാം, അനന്യാസും സപ്പീരയും ചെയ്തതും ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്ത പാപമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇന്ന് അന്യാഗ്നി ഉണ്ടോ? ഉത്തരം ഉണ്ട് എന്നതാണ്. സാധാരണ വിശുദ്ധ മദ്ബഹയുടെ അടുക്കൽ അണയാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വിളക്കുണ്ടായിരിക്കും. അതിൽ നിന്ന് മാത്രമേ പള്ളിക്കകത്തുള്ള കാര്യങ്ങൾക്കായി തീയെടുക്കാവൂ. പുറമേ നിന്നുള്ള തീ കൊണ്ടുവരാൻ പാടില്ല. എന്നാൽ കത്തോലിക്ക ദേവാലയത്തിൽ ചെന്നാൽ നമുക്ക് കാണാം, അവർ തീ എടുക്കുന്നത് മദ്ബഹയിലെ കത്തിയിരിക്കുന്ന തീയല്ല, പിന്നെയോ മനുഷ്യൻ സിഗരറ്റ് വലിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്ററിൽ നിന്നോ തീപ്പെട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപക്കൂടിന് മുന്നിൽ കത്തി നിൽക്കുന്ന മെഴുകുതിരിയിൽ നിന്നോ ആയിരിക്കും. ഇത് അന്യാഗ്നിയാണ്. എന്തുകൊണ്ട് അവർ മരിച്ചു വീഴുന്നില്ല എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതിനുത്തരം ഇന്ന് പള്ളികളിൽ പരിശുദ്ധാത്മാവില്ല എന്നതാണ്. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പള്ളികളിൽ വസിക്കുന്നില്ല എന്ന് നോക്കാം. വിശ്വാസികളെന്ന് ചിന്തിച്ചുകൊണ്ട് ജനം അന്ധവിശ്വാസികളായി മാറി, അല്ലെങ്കിൽ അവരെ അങ്ങനെ ഇന്നത്തെ പുരോഹിത സമൂഹം മാറ്റിയെടുത്തിരിക്കുന്നു. അതിന് കാരണം അവർ ദൈവനിന്ദ നടത്തുന്നതിനാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പള്ളികളിൽ വസിക്കുന്നില്ല. 1. ദൈവവചനത്തിന് വിരുദ്ധമായ ആരാധനാ രീതികളാൽ ദൈവത്തെ അവർ നിന്ദിക്കുന്നു. 2. ദൈവം നിരോധിച്ചവയെ ആരാധനയുടെ ഭാഗമാക്കുന്നതിലൂടെ ദൈവകോപത്തിന് അവർ ഇരകളായി മാറുന്നു. ഉദാഹരണം: വിഗ്രഹാരാധന, ജ്യോതിഷം, മന്ത്രവാദം, മരിച്ചുപോയ മനുഷ്യരെ പരിശുദ്ധരെന്ന് പ്രഖ്യാപിച്ച് അവരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന മുതലായവ ചെയ്യുന്നതിലൂടെ ദൈവത്തെ അവർ അവഹേളിക്കുന്നു. വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു: മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. മത്തായി 15:9 ഞാൻ വായിച്ചത്. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. 1 ശമൂവേൽ 15:22. ഇതിൻ്റെ അർത്ഥം ശമൂവേൽ പ്രവാചകനിലൂടെ മൃഗബലി ദൈവം ഒഴിവാക്കി എന്നതാണ്. കാരണം ദൈവം അവരെ ദൈവത്തിൻ്റെ കൃപയിൻ കീഴിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇസ്രായേൽ മൃഗബലി അർപ്പിക്കാറില്ല. ഇന്ന് കൂടുതലും സഭകളിൽ കാണുന്നത് അതര വ്യായാമങ്ങളാണ്. ദൈവപ്രീതിക്കായി ചെയ്യുന്നത്. പുരോഹിതവർഗം വിശ്വാസം നഷ്ടപ്പെട്ടൊരു സമൂഹമാക്കി വിശ്വാസികളെ മാറ്റിക്കഴിഞ്ഞു.
എല്ലായിടവും മനുഷ്യൻ പ്രഖ്യാപിച്ചെടുത്ത മരിച്ചുപോയ പരിശുദ്ധന്മാരും മനുഷ്യൻ്റെ കരവേലയായ രൂപങ്ങളും അവരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളുമായി വിശ്വാസി സമൂഹം അതമ്പതിച്ചിരിക്കുന്നു. ദൈവവും കർത്താവും പരിശുദ്ധാത്മാവും മിക്കവരെയും ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമർക്ക് എഴുതിയ ലേഖനം 3:23. ഇനി നിങ്ങൾ ചിന്തിക്കുക, ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യർ പ്രഖ്യാപിക്കുന്ന പരിശുദ്ധന്മാർക്ക് എന്ത് പരിശുദ്ധിയാണുള്ളത്? നാലാമത്, ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ ഭക്തിരൂപത്തിന് പ്രാധാന്യം നൽകിയുള്ള പ്രാർത്ഥനകളാൽ നാം ദൈവത്തെ അവഗണിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി അവരുടെ ഭക്തിവേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. 2 തിമോത്തി 3:2-5 വരെയാണ് ഞാൻ വായിച്ചത്. ഇങ്ങനെയൊക്കെയാണ് ഇന്ന് സഭകളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭകളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല. 3-5 വരെയുള്ള വചനങ്ങൾ. അപ്പോൾ മോശ, എന്നോടടുക്കുന്നവരിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടും, സർവ്വജനത്തിൻ്റെയും മുമ്പാകെ ഞാൻ മഹത്വപ്പെടും എന്ന് യഹോവ അരുളിച്ചെയ്തത് ഇത് തന്നെ എന്ന് അഹരോനോട് പറഞ്ഞു. അഹരോനോ മിണ്ടാതിരുന്നു. പിന്നെ മോശ അഹരോൻ്റെ ഇളയപ്പൻ ഉസിയേലിൻ്റെ പുത്രന്മാരായ മിശായേലിനെയും എൽസാഫാനെയും വിളിച്ചു. അവരോട്, നിങ്ങൾ അടുത്ത് ചെന്ന് നിങ്ങളുടെ സഹോദരന്മാരെ വിശുദ്ധ മന്ദിരത്തിൻ്റെ മുമ്പിൽ നിന്ന് പാളയത്തിലേക്ക് പുറത്തു കൊണ്ടുപോകുവിൻ എന്ന് പറഞ്ഞു. മോശ പറഞ്ഞതുപോലെ അവർ അടുത്ത് ചെന്ന് അവരെ അവരുടെ അങ്കികളോടുകൂടെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർ സ്വയം ശുദ്ധീകരിക്കേണ്ടതാണ് എന്ന് മോശ അഹരോനോട് പറയുന്നു. എന്നോട് അടുക്കുന്നവരിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടും, സർവ്വജനത്തിൻ്റെയും മുമ്പാകെ ഞാൻ മഹത്വപ്പെടും. ഇത് കേട്ട അഹരോൻ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അതായത് അഹരോൻ്റെ മക്കൾ ദൈവകൽപ്പന ലംഘിക്കുകയും അന്യാഗ്നിയാൽ അശുദ്ധരായി മാറുകയും ചെയ്തു എന്ന് സാരം. മോശ ഉസിയേലിൻ്റെ പുത്രന്മാരെ വിളിച്ചു. ഉസിയേൽ അബ്രഹാമിൻ്റെ ഇളയ സഹോദരനായ കോഹാത്തിൻ്റെ മകനായിരുന്നു. അബ്രഹാം അഹരോൻ്റെ പിതാവായതിനാൽ ഉസിയേൽ അഹരോൻ്റെ അമ്മാവനായിരുന്നു. ഉസിയേലിന് 3 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ മിശായേലും എൽസഫാനും. ഇവരെ 2 പേരെയാണ് മോശ വിളിച്ചത്. പുറപ്പാട് 6:22 ഇവരെക്കുറിച്ച് നമുക്ക് കാണാവുന്നതാണ്. 6-7 വരെയുള്ള വചനങ്ങൾ. പിന്നെ മോശ അഹരോനോടും തൻ്റെ പുത്രന്മാരായ എലിയാസരോടും ഈഥാമാരോടും, നിങ്ങൾ മരിക്കാതെയും സർവ്വസഭയുടെയും മേൽ കോപം വരാതെയും ഇരിപ്പാൻ നിങ്ങളുടെ തലമുടി പിച്ചിപ്പറിക്കരുത്. നിങ്ങളോ മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വിട്ട് പുറത്തു പോകരുത്. യഹോവയുടെ അഭിഷേക തൈലം നിങ്ങളുടെ മേലിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവർ മോശയുടെ വചനം പോലെ തന്നെ ചെയ്തു. 8-11 വരെയുള്ള വചനങ്ങൾ. യഹോവ അഹരോനോട് അരുളിച്ചെയ്തത്, നീയും നിൻ്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ നിങ്ങൾ വകതിരിക്കേണ്ടതിനും യഹോവ മോശ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സകല പ്രമാണങ്ങളും അവരെ ഉപദേശിക്കേണ്ടതിനും തന്നെ. ദൈവം ഇതാ പുതിയൊരു നിയമം പുരോഹിതന്മാർക്ക് കൊടുക്കുന്നു. എന്താണത്? നീയും നിൻ്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്. എന്തുകൊണ്ടാണ് ദൈവം വളരെ പെട്ടെന്ന് ഇങ്ങനെയൊരു നിയമം കൊടുത്തത്? അതിനർത്ഥം ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് അഹരോൻ്റെ പുത്രന്മാരായ നാദാവും അബീഹുവും മദ്യപിച്ചത് കാരണമാണ് ദൈവകൽപ്പന ലംഘിച്ചതും അന്യാഗ്നി ഉപയോഗിക്കാൻ കാരണമായതുമെന്ന്. അതുകൊണ്ടാണ് ദൈവം പെട്ടെന്ന് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നത്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ഒരുവൻ അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ അവൻ മദ്യപ്രിയനും തല്ലുകാരനും അരുത്. 1 തിമോത്തി 3:1-3 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ഞാൻ വായിച്ചത്. 12-20 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അഹരോനോടും അവൻ്റെ ശേഷിപ്പുള്ള പുത്രന്മാരായ എലയാസരോടും ഈഥാമാരോടും മോശ പറഞ്ഞത്, യഹോവയുടെ ദഹനയാഗങ്ങളിൽ ശേഷിപ്പുള്ള ഭോജനയാഗം നിങ്ങളെടുത്ത് യാഗപീഠത്തിൻ്റെ അടുക്കൽ വെച്ച് പുളിപ്പില്ലാത്തതായി ഭക്ഷിപ്പീൻ. അത് അതിവിശുദ്ധം. അത് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. യഹോവയുടെ ദഹനയാഗങ്ങളിൽ അത് നിനക്കുള്ള അവകാശവും യഹോവ കൽപ്പിച്ചതുപോലെ ശാശ്വത അവകാശവുമായി നിനക്കും നിൻ്റെ മക്കൾക്കും ഇരിക്കണം. എന്നാൽ പാപയാഗമായ കോലാടിനെക്കുറിച്ച് മോശ താല്പര്യമായി അന്വേഷിച്ചു. എന്നാൽ അത് ചുട്ടുകളഞ്ഞിരുന്നു. അപ്പോൾ അവൻ അഹരോൻ്റെ ശേഷിപ്പുള്ള പുത്രന്മാരായ എലയാസരോടും ഈഥാമാരോടും കോപിച്ചു.
പാപയാഗം അതിവിശുദ്ധവും സഭയുടെ അകൃത്യം നീക്കിക്കളവാനും അവർക്ക് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തം കഴിപ്പാനും നിങ്ങൾക്ക് തന്നതുമായിരിക്കെ നിങ്ങൾ അതൊരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കാഞ്ഞതെന്ത്? അതിൻ്റെ രക്തം വിശുദ്ധ മന്ദിരത്തിനകത്ത് കൊണ്ടുവന്നില്ലല്ലോ. അപ്പോൾ അഹരോൻ മോശയോട്, ഇന്ന് അവർ തങ്ങളുടെ പാപയാഗവും ഹോമയാഗവും യഹോവയുടെ സന്നിധിയിൽ അർപ്പിച്ചു. എനിക്ക് ഇങ്ങനെ ഭവിച്ചുവല്ലോ. ഇന്ന് ഞാൻ പാപയാഗം ഭക്ഷിച്ചുവെങ്കിൽ അത് യഹോവയ്ക്ക് പ്രസാദമായിരിക്കുമോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മോശയ്ക്ക് ബോധിച്ചു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.